സി കണ്ണൻ ചേരുന്നുണ്ട്. പ്രജനി, പുതിയ വിവരങ്ങളുണ്ടോ? ഇതന്നെയാണ് LNGP ഹോസ്പിറ്റലിലെ ചീഫ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരുന്നു. അതിൽ കൃത്യമായി പറയുന്നു 15 പേർ മരിച്ചു, അതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. 10 പേർക്കാണ് പരിക്കേറ്റത്, അവരുടെ നില ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. അത് ഇപ്പോൾ LNGP ഹോസ്പിറ്റലിലെ ചീഫ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നൽകുന്ന ഏറ്റവും പുതിയ വിവരമാണ്. 15 പേരുടെ മരണം, ഒപ്പം അതിൽ 3 പേർ കുട്ടികളാണ്, 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ ഈ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായ അഭൂതപൂർവമായ തിരക്ക്, ആ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. കുട്ടികളടക്കം ഈ തീർത്ഥാടകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മഹാകുംഭമേളയ്ക്ക് തിരികെ എത്തിയ ആൾക്കാരും ഈ അപകടത്തിൽ പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. LNGP ഹോസ്പിറ്റൽ അവിടുത്തെ ചീഫ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിവരം പുറത്തുവിടുന്നത്. 15 മരണം, അതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഉന്നതതല അന്വേഷണം റെയിൽവേ മന്ത്രാലയം ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഈ അപകടം ഇത്രമാത്രം ഗുരുതരമായ സ്ഥിതിയിലേക്ക് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് പറയുന്നു. ലഫ്റ്റനന്റ് ഗവർണറൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവരെല്ലാം തന്നെ ഈ അപകടം സ്ഥിരീകരിക്കുന്നുണ്ടൊപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം അവർ നിൽക്കുന്നു എന്നും എക്സ്പോസിൽ കുറിക്കുന്നുണ്ട്. ഉന്മേഷ്, പ്രജൻസി കണ്ണനാണ് വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദൗർഭാഗ്യകരമായ സംഭവമാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ മരിച്ചിരിക്കുന്നു, 11 പേർക്ക് പരിക്കുണ്ട്. ഇതാണ് LNGP ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ നൽകുന്ന വിവരം. എത്ര മരണമെന്നത് റെയിൽവേ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആളുകൾ മരിച്ചതായി അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും സ്ഥിരീകരിക്കുന്നുണ്ട്. മഹാകുംഭമേളയ്ക്കായി പോകുന്ന ആളുകൾ അവർ തിക്കിലും തിരക്കിലും പെടുകയായിരുന്നു. അവിടെ ചില ട്രെയിനുകൾ എത്താൻ വൈകിയതോടെ പ്ലാറ്റ്ഫോമിൽ ആളുകൾ തിങ്ങി നിറയുന്ന അവസ്ഥയുണ്ടായി. അതിന് പിന്നാലെയാണ് തിക്കും തിരക്കും ഉണ്ടായത്. അതിൽപ്പെട്ടാണ് ഇപ്പോഴത്തെ ഈ മരണം എന്നാണ് അറിയാൻ കഴിയുന്ന. അച്യുതൻ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ റെയിൽവേ പുതിയ വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഈ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട അവസാനമായി അറിയിച്ചിരിക്കുന്നത് ഈ അന്വേഷണം സംബന്ധിച്ച കാര്യമാണ്. മാത്രമല്ല, നിലവിലെ യാത്രക്കാരുടെ ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടി അഡീഷണൽ ട്രെയിനുകൾ കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അപകടത്തിന്റെ കാരണം അത് റെയിൽവേ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ട്രെയിനുകൾ വൈകിയെത്തിയതും 1500ഓളം ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഒറ്റ ദിവസം കൊണ്ട് വിറ്റതും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പ്ലാറ്റ്ഫോം നമ്പർ 14ലും 15 എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ഈ തിരക്ക് നിയന്ത്രണാതീതമാവുന്നതിന് ഇടയാക്കി. അവിടെ ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നത് റെയിൽവേ സ്ഥിരീകരിക്കുന്നുണ്ട്. മറിച്ച് ഇപ്പോൾ ഈ മരണത്തിന്റെ ഒരു സ്ഥിരീകരണം അത് LNGP ആശുപത്രിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. 15 പേർക്കാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു. 10ഓളം പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷെ അവരുടെ നില അത് ഗുരുതരമാണോ അല്ലെങ്കിൽ അപകട നില തരണം ചെയ്തോ എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള യാത്രാ ദുരിതം പല തവണ ചർച്ചയായതാണ്. ഈ ട്രെയിനുകളിൽ തിങ്ങി ഞെരിഞ്ഞ് പോകുന്ന അവസ്ഥകൾ, ചിത്രങ്ങളടക്കം പങ്കുവെച്ച് നിരവധി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ അന്ന് ഇതൊന്നും മുഖവിലക്കെടുക്കാതെ പോയി. പക്ഷെ ഇന്ന് അതൊരു വലിയ അപകടത്തിലേക്ക് കൂടിയാണ് എത്തിയിരിക്കുന്നത് എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ഈ അപകടത്തിൽ ഇപ്പോൾ 15 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിൽ 3 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇന്ന് 10 മണിയോടുകൂടിയായിരുന്നു ഈ തിരക്ക് ഈ പ്ലാറ്റ്ഫോം നമ്പർ 13, 14, 15 അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ അവിടേക്ക് അഗ്നിരക്ഷാ സേന, ഡൽഹി പോലീസിന്റെ സംഘം, ഒപ്പം തന്നെ റെയിൽവേ പോലീസിന്റെ സംഘവും എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി എന്ന് റെയിൽവേ സ്ഥിരീകരിക്കുകയും ഉണ്ടായി. പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി, അത് മരണസംഖ്യ പുറത്തു വരുമ്പോൾ ആ അപകടത്തിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ് എന്നത് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഉന്മേഷ്, അച്ഛൻ, ഈ ട്രെയിനുകളെല്ലാം ഈ മഹാകുംഭമേള അവിടേക്ക് പോകുന്ന ട്രെയിനുകളായിരുന്നു, ഈ വൈകി എന്ന് പറയുന്ന ട്രെയിനുകൾ ഉൾപ്പെടെ? അച്യുതൻ, ഉന്മേഷ്, സ്വതന്ത്ര സേനാനി എക്സ്പ്രസും ഭുവനേശ്വർ രാജധാനിയുമാണ് ഈ വൈകിയതായി ഇപ്പോൾ റെയിൽവേ പറയുന്നത്. മറ്റൊന്ന്, ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് മഹാകുംഭമേളയിലേക്ക് പുറപ്പെടാനുള്ള ട്രെയിനുകളും എത്തേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ ഈ ആളുകളുടെ എണ്ണം അത് വർദ്ധിക്കുന്നതിന് ഇടയാക്കിയത്. ആ സാഹചര്യത്തിൽ ആണ് ഈ ഒരു തിക്കും തിരക്കും ആ പ്ലാറ്റ്ഫോമുകളിൽ അനുഭവപ്പെട്ടത് എന്നതായിരുന്നു റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട പങ്കുവച്ച കാര്യങ്ങൾ. അതായത് ഇതിൽ ഭൂരിഭാഗവും മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയ ഭക്തരാണ് എന്നത്
റെയിൽവേ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരാണ് ഈ അപകടത്തിൽ പെട്ടതെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.